അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോഷി, ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജു, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ലൂക്ക് അലക്സാണ്ടർ ഷാജു. ഞങ്ങൾ 2016 ഫസ്റ്റ് കൃപാസനത്തിൽ വന്നത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് 2016. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു മാതാവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 2018 ഞങ്ങൾ എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴും ഉടമ്പടി പുതുക്കുമ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2023 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാതാവ് ഞങ്ങളെ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്നും ഞങ്ങളെങ്ങനെയാണ് കാനഡ പോയതെന്നും എല്ലാം ഞാൻ ആ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്റ്റഡി വിസയിൽ പോയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് അങ്ങോട്ട് വരാനായിട്ട് ആൾക്ക് മെഡിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വിസയ്ക്ക് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഞങ്ങൾ നന്നായി പേടിച്ചു. അപ്പോൾ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാ ദിവസവും ഞാനവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നാലും പുള്ളിക്കാരനായിരുന്നാലും ഇവിടെ ഇരിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ആളുടെ വിസ പ്രോസസ്സ് എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് എത്താൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സ്റ്റഡി വിസ കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലോട്ട് ആകാനായിട്ട് എനിക്ക് മെഡിക്കൽ എടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി എൻ്റെ പഴയ മെഡിക്കൽ ഉണ്ട്, എന്നാലും പുതിയ മെഡിക്കൽ എടുത്ത് അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കലിന് പോയതായിരുന്നു. അപ്പോൾ മെഡിക്കലിന് പോയപ്പോഴേക്കും എന്നോട് അവിടെ നിന്ന് അവർ പറഞ്ഞു എനിക്ക് മെഡിക്കൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അത് ആക്ച്വലി ഒരു മിറാക്കിളാണ്. ഞാൻ 2016 പോലെ തന്നെ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. വയറ്റിൽ നമ്മുടെ ഉടമ്പടി തൈലമിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ പത്രം എപ്പോഴും ഞങ്ങളുടെ ബെഡിലുണ്ടാവും, എപ്പോഴും ഞങ്ങളത് വച്ചേക്കും. അപ്പോൾ എനിക്ക് എല്ലാവരും മെഡിക്കൽ എടുക്കണ്ടെന്ന് പറയുമ്പോഴും എന്തോ എനിക്ക് മെഡിക്കലിന് പോകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ്. കാരണം ഞങ്ങൾ ഇവിടെ പല ഹോസ്പിറ്റലിൽ പോയി, അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് ആരും ഒരു ഡോക്ടേഴ്സൊന്നും പറഞ്ഞില്ല. എന്നാലും അവർ ഇത്രയും വർഷം ആയതുകൊണ്ട് IVF പറഞ്ഞു. അപ്പോഴും IVF ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവ് തരും എന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് മാതാവിന് ആ ഒരു ടൈം ആയപ്പോഴേക്കും മാതാവ് ഞങ്ങൾക്ക് ആ കുഞ്ഞ് അവിടെ ജനിക്കാനും മാതാവ് ഞങ്ങൾക്ക് അവിടെ വെച്ച് ഞങ്ങൾക്ക് ആ ഒരു മിറാക്കിൾ പോലെ ആ ബേബിയെ ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സ്തുതിയും പറയുന്നു. അതോടൊപ്പം ഞാൻ അവിടെ പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു പ്രൗഡ് ഹസ്ബൻഡ് പോലെ ആയിരുന്നു. എപ്പോഴും നല്ല മാർക്കോടെ പാസ്സായി, അങ്ങനെ നല്ലൊരു പുള്ളിക്കാരനൊരു 80% അങ്ങനെയൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് അത് ഇത്രയും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിന് പോകുമ്പോഴും എല്ലാ അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടാവും. എപ്പോഴും ഞാൻ കാശ് രൂപം വെച്ച് മാതാവിനോട് പറയും എനിക്ക് ഇച്ചനെ ഹാപ്പി ആക്കണം അമ്മേ, വിചാരിക്കുന്ന പോലൊരു മാർക്ക് തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടെ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാതാവ് സഹായിച്ചു. അതിന് ഞാൻ മാതാവിനോട് 1000 നന്ദി സ്തുതിയും പറയുന്നു. അതോടൊപ്പം തന്നെയാണ് എൻ്റെ ഞാൻ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കോഴ്സിൻ്റെ കൂടെയുള്ള ജോലി തന്നെ എനിക്ക് കിട്ടി പാർട്ട് ടൈമായിട്ട്. അപ്പോൾ അത് കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് പലർക്കും അവിടെ ഇപ്പോൾ കാനഡയിൽ സിറ്റുവേഷൻ വെച്ച് ജോലി ഭയങ്കര ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് എനിക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ എവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നോ അവിടെ തന്നെ അവരെനിക്ക് ഫുൾ ടൈം, എനിക്ക് ജോലി ഇല്ലാതെ എന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ച ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് പോകുന്നിടത്ത് നിന്നും അല്ലാതെ തന്നെ എനിക്ക് 3 ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ആ സമയത്തായിരുന്നു മാതാവ് എനിക്ക് 3 ഓഫർ ലെറ്റർ വന്നു. അതിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് തന്നെ എനിക്ക് ഫുൾ ടൈം ജോലി മാതാവ് തന്നു. അതിനും മാതാവിന് 1000 നന്ദി സ്തുതിയും പറയുന്നു. ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഡെലിവറിയുടെ കൂടെ തന്നെ എനിക്ക് ജോയിൻറ്റ് പെയിൻസ് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ബേബീനെ എങ്ങനെയാവും എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. എങ്ങനെയാവും എന്താവും എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത്.
അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനോട് പറയുന്നത്, മാതാവ് തന്നെ എനിക്ക് അവിടെ ഒരു കൂട്ടായിരിക്കണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഞാൻ താമസിക്കുന്നിടത്ത് 2 കാറുണ്ട്. ഞാൻ എപ്പോൾ പറഞ്ഞാലും അവർ ഹോസ്പിറ്റലിൽ പോകാനും, ഡെലിവറി ടൈമിലായിരുന്നാൽ പോലും മിഡ് നൈറ്റിലായിരുന്നു, അപ്പോഴും അവിടെ അവർ ലൈക്ക് മാതാവ് അവിടെ ആൾക്കാരെ എനിക്ക് റെഡിയാക്കി തരുമായിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാനും, എനിക്ക് എപ്പോഴൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ലൈക്ക് അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് വരുന്നോ അപ്പോഴൊക്കെ എനിക്കൊരു ഊബർ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ മാതാവ് തന്നില്ല. എനിക്ക് എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബേബി വന്നതിന് ശേഷവും ഒരു ദിവസം നൈറ്റ് എനിക്ക് വല്ലാണ്ട് സ്ട്രെസ്സായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസം രാത്രി തന്നെ ലൈക്ക് നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. പെട്ടെന്ന് എനിക്ക് നല്ല മണം വന്നു. ആ മണത്തോടു കൂടെ ഞാൻ മണം വന്നു. ബട്ട് അത് എന്താണെന്ന് ഞാൻ അപ്പോഴും ഒരു കൺഫ്യൂഷനായിരുന്നു. അത് എന്താ മാതാവിൻ്റെ ആ മണമാണോ എന്നുള്ളത് ഡൗട്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴും എനിക്ക് വീണ്ടും ആ മണം വന്നു. അപ്പോൾ ഇച്ചാനോട് ഞാൻ ചോദിച്ചു, ആ മണം ഇച്ചാൻ എടുക്കുന്നോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്ക് ആ മണം എടുക്കുന്നില്ല പറഞ്ഞു. ആ മണം എനിക്ക് ആ 2 ദിവസവും എനിക്ക് ആ മണം എടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് തന്നെ എനിക്ക് അവിടെ വന്ന് എനിക്കൊരു ആശ്വാസം തരുന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങൾക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ ഞങ്ങൾ മാസം ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് ഞങ്ങൾ നാട്ടിൽ തന്നെ പാവപ്പെട്ടവർക്ക് അങ്ങനെ ഒരു പാവപ്പെട്ടവരായിട്ടുള്ള ഒരു കുറച്ച് പേരെ കണ്ടെത്തി നമ്മളത് ആ എമൗണ്ട് എല്ലാവർക്കും ഭാഗിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. ഫുഡായിരുന്നാലും പൈസ ആയിരുന്നാലും നമുക്ക് ആ ടൈമിൽ എന്താ ഉണ്ടാവുക ആ രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നാലും ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേയും ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ഊണ് വാങ്ങിച്ച് അവിടെ രോഗികൾ കൊണ്ട് കൊടുത്തിട്ടായിരുന്നു പോയത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ കൃപാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴായിരുന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴായിരുന്നാലും പത്രം കൊണ്ടുവരുന്നായിരുന്നു. ഞങ്ങളത് കാനഡയിൽ അവിടെ മലയാളീസിന് അത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടായിരുന്നാലും ആൾക്കാർ ഡൊണേഷൻ ചോദിക്കുമ്പോഴായിരുന്നാലും നമ്മുടെ കയ്യിൽ അന്നേരം എന്താ ഉണ്ടാവുക അത് ഞങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി സ്തുതിയും പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിനായിരുന്നാലും നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരാളിരുന്ന് പ്രാർത്ഥിക്കും, ഒരാൾ ലൈക്ക് ഒരു ഇൻട്രസ്റ്റിൽ. ഇപ്പോൾ 2 പേർക്കായിരുന്നാലും പ്രാർത്ഥിക്കുന്നതിനായിരുന്നാലും പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഞങ്ങൾക്ക് അവിടെ മാസിന് ഡെയിലി പോകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇന്നലെ വരയ്ക്കും ഞങ്ങൾ പുള്ളിക്കാരനായിരുന്നാലും ഓൺലൈനിൽ മാസ് കാണുമായിരുന്നു. ലൈക്ക് എല്ലാ ദിവസവും മാസ് കാണുന്നുണ്ട് ഓൺലൈനിൽ. ഡെയിലി നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നത്തിൽ തന്നെ നമ്മൾ ഡെയിലി ഓൺലൈനിൽ മാസ് കാണുന്നുണ്ട്. മാതാവിനോട് ഈശോയോടും കൂടുതൽ അടുക്കാനും സാധിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 78 7 തിരുവചനം, അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. ഷാജു ജോഷി എന്ന ഈ സഹോദരങ്ങൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മ മാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്. ഏറെ ക്ലേശാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അചഞ്ചലമായി അമ്മയിൽ ശരണപ്പെടുകയും അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയത് എങ്ങനെയെന്ന് 2 പേരും അവരുടെ വാക്കുകളിലൂടെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പുള്ളവരാക്കുന്നു, കൂടുതൽ നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധമാക്കുന്നു. നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ ക്ലേശാവസ്ഥകളെ മാറ്റിക്കൊണ്ട് കൂടുതൽ സുഗമമായും കൂടുതൽ സന്തോഷകരമായും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, ക്വാളിറ്റിയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ആന്തരിക ബാഹ്യ ജീവിതത്തിന് എത്രത്തോളം മാറ്റമുണ്ടാകുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും മനുഷ്യർക്ക് നന്മ ചെയ്തും ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ
കൂടുതൽ നന്നാക്കുന്നുവെന്ന് പരിശോധിക്കണം. ആ ഒരു ആന്തരിക ബാഹ്യ മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഉടമ്പടി വളരുന്നില്ല, ദൈവമാതാവും ഈശോയും മഹത്വപ്പെടുന്നില്ല എന്നുകൂടി അതിനൊരർത്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കേവല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയല്ല, മറിച്ച് ദൈവത്തെ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന ശരിയായ വഴിയാണിത്. അതുകൊണ്ട് ദൈവത്തെ ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എന്നും പറയുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ ദൈവിക നന്മകളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളുമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.